ഒരു പണിക്കും പോയില്ല എന്റെ പെങ്ങളുടെ കഷ്ടകാലം. പോത്ത് പോലൊരു പണിക്ക് പോലും. എന്താ പ്രാന്തായാ? ആ കിച്ചണൊന്ന് പോയി ക്ലീൻ ചെയ്തോളിയാ. കിച്ചനോ? റാത്തിബ് ഹസൽ സാലറി കിട്ടി. അനറു ഇജാസ. ഞാൻ നാട്ടിൽ പോകുന്നു. അഹു വാജിദ്. എന്റെ അളിയൻ വളരെ നല്ലവനാണ്. അയ്യോ, എന്താ അളിയാ? അതെ, എന്റെ കഫീല് വരും, ആ ബോൾ കൊടുത്തേക്ക്. എന്റെ പൊന്നു ബാസിലളിയ, വല്ല പണിക്കും പോയിക്കൂടെ? അതിനല്ല അളിയ ഞാൻ അറബി പഠിച്ചായിരുന്നു. അളിയെ കണ്ടില്ലേ? ഹലോ, ഞാൻ വന്നോണ്ടിരിക്കുക, എത്തി. കട മൂട് പോയി പണി നോക്കട്ടെ. എടാ പൊന്ന കഴിവേറി, ഞാനൊന്ന് കൊറേ നാളായി എന്റെ പാസ്പോർട്ട് കീറാൻ വേണ്ടിട്ട്, പിന്നെയും കീറാൻ വേണ്ടിട്ട് നടക്കണല്ലോ. അന്ന ഞാൻ കൂട്ടൂടെ വന്നു. ഹലോ, എന്നോടാ എന്റെ കളി. ഇന്ന് എന്റെ മയ്യത്തടന്നു. ഇന്ന് ഞാൻ നിന്നെ ഒരു പരുവാക്കൂടാ. ഇത് എവിടെ കേറിയിരിക്കുന്നു? എന്റെ മയ്യത്തടന്നു. ഫുഡ് പോലും മര്യാദക്ക് കഴിച്ചിട്ടില്ല. വിടില്ല ഞാൻ, വിടില്ല. ലേഷ് ബാബാ വാഹദേലി മേലാകെ മുടി റൗദാഹൽ വെൻകുറ കൂറല്ല, എലി വെൽത്ത്, എലി എലി എലി. انت قوات؟ لا انا باسط. അല്ല റാഷിദ്. റേഡിയോ മലയാളം 98.6 ദാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഖൽബിലെ പാട്ട്. ഖൽബോട് ചേർന്ന് നിൽക്കുന്ന ചില ഗാനങ്ങളൊക്കെ സെലക്ട് ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവർക്ക് കേൾപ്പിച്ചതുകൊണ്ട് അതിൽ ചില പാട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പതിവ് പോലെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വന്തം മലപ്പുറത്തെ അലിയാ. എന്റെ പൊന്നളിയ, ആ കഫീലൊന്ന് ആ ബോള് കൊടുക്കുന്ന ഞാൻ പറഞ്ഞല്ലേ. ബോളാ? ആ ബോള് കഫീലാണോ അത്? പിന്നെ ആരാ? കഫീലല്ലേ. ഞാനിവിടെ റൂമിൽ ഒരു എലിനെ കണ്ടിട്ട് അതിനെ ഓടിച്ചോണ്ടിരിക്കായിരുന്നു അലിയാ. ആ നേരത്തെ ആള് വന്നത് എന്നോട് കൂറയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എലിയാണെന്ന്. ഞാൻ വേറൊന്നും പറഞ്ഞില്ല അളിയാ. കൂറാന്ന് പറഞ്ഞ ബോളാണ് അളിയ. എനിക്ക് അറിയണ്ട അളിയാ, ഞാൻ അറബി പഠിച്ചോണ്ടിരിക്കണല്ലോ. അതെ, നിങ്ങൾ വെച്ചിട്ട് പോയിക്കേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ അളിയന് ദീർഘായുസ് കൊടുക്കണേ. അളിയൻ ഇവനൊരു മടിയൻ, കുലുമാലിൽ മലകയറും മന്നൻ, തലവിധിയും തിരിഞ്ഞോടും വില്ലൻ, കണ്ടാൽ കലികയറും പഹയൻ. അളിയൻ ഇവനൊരു മടിയൻ, കുലുമാലിൽ മലകയറും മന്നൻ.